ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേട്ട കഥകളും സംഭവങ്ങളും ഒന്നും സമൃദ്ധയുടെ റിയൽ മൈൻഡുമായിട്ട് ഒത്തുപോകുന്നില്ല. നമ്മൾ പറയാറില്ലേ, പണ്ട് നീ അങ്ങനെയായിരുന്നു, നിന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നൊക്കെ. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞ് ഫീഡ് ചെയ്തിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ആവണം ഇപ്പൊ സമൃദ്ധയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹർഷൻ, ഇനി സമൃദ്ധ നിങ്ങളുടെ പേഷ്യന്റ് അല്ല, ഷീസ് മൈ പേഷ്യന്റ്. ഇത് ഞാൻ ശരിയാക്കിക്കോളാം. Okay, then you carry on. Oh, sorry, സമൃദ്ധ, ഞാനത് പറയാൻ മറന്നു. രാജശ്രീ എന്റെ വൈഫാണെന്നത് മാത്രമല്ല, ഷീസ് എ സൈക്കാട്രിസ്റ്റ്. സമൃദ്ധ ഇനി രാജശ്രീയായിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. തന്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടോ? ഉണ്ട്. കാണിക്കൂ. ഓ, ഇവിടെയാണോ? ആ, അതെ, എനിക്കൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോകാനുണ്ട്. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. ഓക്കെ. ഹർഷൻ, ദേ ടാക്സി വന്നു. ആ, 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ. ആ, സച്ചി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഹർഷൻ റെഡിയാവുന്നതേ ഉള്ളൂ, ഇപ്പൊ വരും. ഓക്കെ മാഡം, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി. അപ്പോ സമൃദ്ധയ്ക്ക് സർജറി ഒന്നും നടത്തിയിട്ടില്ലല്ലേ? ഇല്ല. സമൃദ്ധയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് എന്നല്ലേ പറഞ്ഞേ? അതെ മാഡം, അന്ന് ആ കുട്ടിക്ക് ഞാൻ ബ്ലഡ് കൊടുത്തതുവാ. നമുക്ക് നോക്കാം. ചില കൺഫ്യൂഷൻസും കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഹർഷൻ, മീറ്റിംഗ് എവിടെയെന്നാ പറഞ്ഞേ? സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ. ഓ, ഞാനത് മറന്നുപോയി. ഐ നീഡ് ഹെൽപ്പ്. എന്താ കാര്യം? മുൻപ് സമൃദ്ധയെ ട്രീറ്റ് ചെയ്തത് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മിലനാണ്. ആ, ഹർഷൻ പോകുന്ന വഴിക്ക് മിലനെ ഒന്ന് കാണണം. സമൃദ്ധയുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ അയച്ചുതരാം. അതിനെന്താ, ഞാൻ അന്വേഷിക്കാം. സി യു സമൃദ്ധ, പിന്നെ കാണാം. ശരി. ഗുഡ് മോർണിംഗ് സച്ചി. ഗുഡ് മോർണിംഗ് സർ. പോട്ടെ.
നമുക്ക് എന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കാം. വരൂ. നമ്മൾ എങ്ങോട്ടാ സാറേ പോകുന്നത്? വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനുണ്ട്. അപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ മീറ്റിങ്ങിനല്ലേ പോകുന്നത്? പോകുന്നത് അങ്ങോട്ട് തന്നെ, പക്ഷേ മീറ്റിംഗ് അല്ലാതെ മറ്റു ചില കാര്യങ്ങളും കൂടി നമുക്കവിടെ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു അന്വേഷണത്തിന്റെ തുടക്കമാണ്. അന്വേഷണം? എന്തന്വേഷണം? മുമ്പൊരിക്കലും ഞാൻ ഭൂതകാലം മറന്നുപോയ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, ഓർക്കുന്നു. അവരെ ഇപ്പൊ നോക്കുന്നത് രാജശ്രീയ. അവളുടെ കാര്യം സച്ചിക്ക് അറിയാലോ. എല്ലാം വളരെ ഷാർപ്പാ, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയില്ല. ആ പേഷ്യന്റിന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ, സച്ചി വരുമ്പോ ആ പേഷ്യന്റ് വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ. ഓ, അത് ശരി. ഓർമ്മകൾ നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ സാറേ? ജീവിതം തന്നെ പോയില്ലേ? അല്ല, എന്താ സാറേ അവരുടെ പേര്? സമൃദ്ധ. അവരുടെ ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റാ. ഓ, സി സമൃദ്ധ, ഒരാൾക്ക് തന്റെ പാസ്റ്റ് ഓർമ്മയുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പലർക്കും ഓർമ്മകളാണ് ഭാരം. മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് പാസ്റ്റെങ്കിൽ അത് വിട്ടുകളയാം. ഓർമ്മിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും അങ്ങനെ തന്നെ. ഇവിടെ സമൃദ്ധയുടെ കാര്യത്തിലും അങ്ങനൊരു എലമെന്റ് ഉണ്ട്. ഭൂതകാലത്തിൽ നിന്നും ആരും സമൃദ്ധയെ അന്വേഷിച്ചു വന്നില്ലെന്നല്ലേ പറഞ്ഞ്? അതെ ഡോക്ടർ. Then leave it. Why do you bother? പക്ഷെ ഡോക്ടർ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയൊന്നും മാറില്ലല്ലോ. That's the point. അത് ചിന്തക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അവിടെയാണ് എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോൾസ് മെമ്മറി ഇംപ്ലാന്റേഷനെ പറ്റി ഡൗട്ട് ഉണ്ടാവുന്നത്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഡോക്ടർ. ഈ തലവേദന അത് ന്യൂറോ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാ. തലവേദന മാറാൻ ഞാൻ സമൃദ്ധയ്ക്ക് ചില മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. ബോഡി റിലേറ്റഡ് പ്രോബ്ലംസ് അതുവഴി മാറും. പക്ഷേ സമൃദ്ധയുടെ മനസ്സപ്പോഴും ഈ സംശയങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയല്ലേ? ഒരു ചാലഞ്ച് എടുക്കാൻ തയ്യാറാണോ സമൃദ്ധ?